ഐക്യ ഞായർ അഥവാ യൂണിറ്റി സൺഡേ പ്രധാനമായും സഭകൾ തമ്മിലുള്ള ഐക്യത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ആചരണമാണ്. എക്യുമെനിസം എന്ന വാക്ക് ഓയിക്കോമെനെ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ള ഒന്നാണ്. ഇതിനർത്ഥം ദ ഹോൾ ഇൻഹാബിറ്റഡ് വേൾഡ് എന്നുള്ളതാണ്. എല്ലാവരെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ആശയമാണ് ഇവിടെ വിഭാവനം ചെയ്യപ്പെടുന്നത്. 1910 എഡിൻബർഗിൽ വെച്ച് നടന്ന വേൾഡ് മിഷണറി കോൺഫറൻസ് വിവിധ പ്രൊട്ടസ്റ്റന്റ് മിഷണറി സംഘടനകളെ ഒരുമിപ്പിച്ചുകൊണ്ട് കൂടുതൽ ഫലപ്രദമായ ദൗത്യ നിർവഹണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. 1948 രൂപീകൃതമായ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് ക്രിസ്തീയ സഭകൾ തമ്മിലുള്ള ഐക്യം വർദ്ധിപ്പിക്കുവാൻ ഉദ്ദേശിച്ച് സ്ഥാപിച്ചിട്ടുള്ള ആദ്യ സംഘടനയാണ്. തുടക്കത്തിൽ പ്രൊട്ടസ്റ്റന്റ് ഓർത്തഡോക്സ് സഭകളാണ് ഇതിൽ സഹകരിച്ച് പ്രവർത്തിച്ചതെങ്കിലും രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം റോമൻ കത്തോലിക്ക സഭകളും എക്യുമെനിക്കൽ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുണ്ട്. ക്രിസ്തീയ സമൂഹത്തിൽ വിവിധ സഭകൾ തമ്മിലുള്ള ഐക്യം വളരെ പ്രധാനമാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ചിന്താവിഷയം മുന്തിരിവള്ളിയും കൊമ്പുകളും എന്നുള്ളതാണ്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിക്കുവാനായിട്ടാണ് ഈ ആശയം ഉപയോഗിച്ചിരിക്കുന്നത്. നൽകപ്പെട്ട പാഠഭാഗങ്ങളെ ആസ്പദമാക്കി ക്രിസ്തീയ ഐക്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ ചിന്ത ക്രിസ്തീയ സഭകൾ തമ്മിലുള്ള ഐക്യം. ക്രിസ്തീയ സഭകൾ തമ്മിലുള്ള ഐക്യം. യെഹെസ്കേൽ 37 അധ്യായം 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ യെഹെസ്കേൽ പ്രവാചകൻ ലഭിച്ച ദൈവത്തിൻ്റെ ഒരു അരുളപ്പാടിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവാചകനോട് 2 കോലുകൾ എടുക്കുവാനും അതിലൊന്നിൽ യഹൂദയ്ക്കും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്കുമെന്നും രണ്ടാമത്തേതിൽ എഫ്രൈമിൻ്റെ കോലായ യോസേബിനും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗൃഹത്തിനൊക്കെയും എന്നും എഴുതുവാനും ആവശ്യപ്പെടുന്നു. അതിനുശേഷം 2 കോലുകളും ഒന്നോടൊന്ന് ചേർത്ത് പിടിച്ച് ഒന്നാക്കാൻ ആവശ്യപ്പെടുന്നു. ഇത് ഇസ്രായേൽ ജനതയുടെ ഒത്തുചേരലിനെ കുറിക്കുന്നു. ഇസ്രായേൽ ചരിത്രത്തിൽ ശലോമോൻ രാജാവിൻ്റെ കാലശേഷം ഇസ്രായേൽ രാജ്യം യഹൂദ എന്നും ഇസ്രായേൽ എന്നും രണ്ടായി വിഭജിക്കപ്പെടുന്നു. പിന്നീട് ഈ 2 രാജ്യങ്ങളും തമ്മിൽ ബദ്ധ ശത്രുക്കളായി തീർന്നു. അവർ പലപ്പോഴും പരസ്പരം ആക്രമിക്കുകയും മറ്റു രാജ്യങ്ങൾക്ക് ഒറ്റുകൊടുക്കുകയും ചെയ്തു. ഇത്തരം അന്തരീക്ഷത്തിലാണ് ഇസ്രായേൽ ജനത്തിൻ്റെ പുനരൈക്യത്തെക്കുറിച്ച് യെഹെസ്കേൽ പ്രവാചകന് ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിക്കുന്നത്. ഇസ്രായേൽ ജനം ദൈവജനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവരാണ്. ദൈവജനം പരസ്പരം ശത്രുതയിൽ ജീവിക്കേണ്ടവരല്ല, മറിച്ച് സ്നേഹത്തിൽ വർത്തിക്കേണ്ടവരാണ്. അനൈക്യവും ശത്രുതയും പലപ്പോഴും തളർച്ചയ്ക്കും പരാജയത്തിനും കാരണമാകുന്നു. ദൈവമാണ് ദൈവജനത്തെ ഏകോപിപ്പിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയും ആഗ്രഹവുമാണ്. ഇതിൻ്റെ സാക്ഷാത്കാരത്തിനായി പ്രവർത്തിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. ക്രിസ്തീയ സഭകളെ ഒരുമിപ്പിക്കുന്ന അടിസ്ഥാന തത്വം ക്രിസ്തുവിലുള്ള ഐക്യമാണ്. നിസ്സാരമായ അഭിപ്രായ ഭിന്നതകളും ആചാര അനുഷ്ഠാനങ്ങളിലും ആശയങ്ങളിലും ഉള്ള വ്യത്യാസമൊക്കെയാണ് സഭകൾ തമ്മിൽ ഭിന്നത സൃഷ്ടിക്കുന്നത്. എന്നാൽ ഭിന്നതകളെ മാറ്റിവെച്ചുകൊണ്ട് ക്രിസ്തുവിൽ ഒരുമിക്കാനുള്ള പ്രവർത്തനമാണ് എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകിയത്. ഭിന്നതകളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടല്ല, ഐക്യത്തിനുള്ള കാരണങ്ങൾ കണ്ടെത്തുവാനും ഒരുമിച്ച് കൂടി വരുവാനും പ്രവർത്തിക്കുവാനും ഉതകുന്ന മേഖലകൾ കണ്ടെത്താൻ കഴിയണം. ആധുനിക ക്രിസ്തീയ സമൂഹത്തിൽ സഭകൾ തമ്മിലുള്ള ഐക്യം അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. രണ്ടാമത്തെ ചിന്ത ക്രിസ്തീയ വിശ്വാസികൾ തമ്മിലുള്ള ഐക്യം. ക്രിസ്തീയ വിശ്വാസികൾ തമ്മിലുള്ള ഐക്യം. 1 കൊരിന്ത്യർ 12 അധ്യായം 12 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തീയ വിശ്വാസികൾക്കിടയിൽ ഐക്യത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കൊരിന്ത്യ സഭയിൽ വിശ്വാസികൾക്കിടയിൽ നിലനിന്നിരുന്ന ഭിന്നതയുടെ പശ്ചാത്തലത്തിലാണ് പൗലോസ് പ്രകാരം നിഷ്കർഷിക്കുന്നത്. ഇവിടെ ക്രിസ്തുവും സഭാവിശ്വാസവും തമ്മിലുള്ള ബന്ധത്തെ ശരീരവും അവയവങ്ങളും തമ്മിലുള്ള ബന്ധത്തോട് ഉപമിച്ചിരിക്കുന്നു. ക്രിസ്തുവാകുന്ന ശരീരത്തിലെ അവയവങ്ങളാണ് നാം ഓരോരുത്തരും. എല്ലാ അവയവങ്ങളും ഒരേ ശരീരത്തിൻ്റെ ഭാഗമാണ്. ഓരോ അവയവത്തിനും അതിൻ്റേതായ ഒരു ദൗത്യമുണ്ട്. ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് മറ്റ് അവയവങ്ങളുമായി ഏകോപിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ശാരീരിക പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കുന്നത്. സഭയിൽ ഓരോ അംഗങ്ങളും വളരെ പ്രധാനപ്പെട്ടവരാണ്. അവർക്ക് ഓരോരുത്തർക്കും ഒരു പ്രത്യേക ദൗത്യം നിർവഹിക്കുവാനുണ്ട്. അത് മനസ്സിലാക്കുകയും നിർവഹിക്കുകയും വേണം. മറ്റുള്ളവരെ നോക്കി അഹങ്കരിക്കുവാനോ പരാതി പറയുവാനോ ഇടവരരുത്. ശരീരത്തിലെ
ചെറിയ അവയവങ്ങൾക്ക് പോലും പ്രാധാന്യമുള്ളതുപോലെ സഭയിൽ ഓരോ വ്യക്തിയുടെ സ്ഥാനം എത്ര ചെറുതാണെന്ന് തോന്നിയാലും ആ വ്യക്തിയുടെ ദൗത്യവും സേവനവും വളരെ പ്രധാനമാണ്. ശരീരത്തിൽ ഒരു അവയവത്തിനുണ്ടാകുന്ന പ്രയാസം മറ്റ് അവയവങ്ങളെ ബാധിക്കുന്നത് പോലെ ഓരോ അംഗത്തിനുമുണ്ടാകുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കുവാനും പരിഹരിക്കുവാനും കഴിയണം. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിനിടയിലുള്ള ഐക്യം വളരെ പ്രധാനമാണ്. ക്രിസ്തുവാണ് ക്രിസ്തീയ സഭയിലെ അംഗങ്ങളെ ഐക്യപ്പെടുത്തുന്നത്. ക്രിസ്തുവിന് വേണ്ടിയാണ് നാം പ്രവർത്തിക്കുന്നത് എന്ന ബോധ്യം നമുക്ക് ആവശ്യമാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും ഒരുമിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയണം. മൂന്നാമത്തെ ചിന്ത, ക്രിസ്തുവും വിശ്വാസികളും തമ്മിലുള്ള ഐക്യം. ക്രിസ്തുവും വിശ്വാസികളും തമ്മിലുള്ള ഐക്യം. യോഹന്നാൻ 15 അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവും വിശ്വാസവും തമ്മിലുള്ള ബന്ധത്തെ മുന്തിരിവള്ളിയോടും അതിൻ്റെ കൊമ്പുകളോടും ഉപമിച്ചിരിക്കുന്നു. മുന്തിരിവള്ളിയിൽ നിന്നാണ് ശാഖകൾ ഉണ്ടാകുന്നത്. ശാഖകളാണ് ഫലം പുറപ്പെടുവിക്കുന്നത്. ഫലം കായ്ക്കാത്ത ശാഖകൾ വെട്ടി നീക്കി വെടിപ്പാക്കുകയും ഫലം കായ്ക്കുന്നവ നിലനിർത്തുകയും ചെയ്യുന്നു. ശാഖകളുടെ ദൗത്യം ഫലം കായ്ക്കുക എന്നതാണ്. മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമാണ് ശാഖകൾക്ക് നിലനിൽക്കുവാനും ഫലം പുറപ്പെടുവിക്കുവാനും കഴിയുന്നത്. എപ്പോൾ മുന്തിരിവള്ളിയിൽ നിന്ന് വേർപെടുന്നുവോ അപ്പോൾ അത് ഉണങ്ങിപ്പോകുന്നു. ക്രിസ്തുവിൽ വസിക്കുമ്പോഴാണ് ക്രിസ്തീയ വിശ്വാസികളുടെ ജീവിതം ഫലകരമാകുന്നത്. ഒഴിവാക്കേണ്ട ശീലങ്ങളും സ്വഭാവങ്ങളും പ്രവൃത്തികളുമൊക്കെ ഒഴിവാക്കി ഒരു ചെത്തി വെടിപ്പാക്കൽ പ്രക്രിയ ക്രിസ്തീയ ജീവിതം കൂടുതൽ ഫലകരമാക്കുവാൻ അനിവാര്യമാണ്. ഇപ്രകാരം ക്രിസ്തീയ വിശ്വാസികൾക്ക് ക്രിസ്തുവുമായി അഭേദ്യമായ ഒരു ബന്ധം അനിവാര്യമാണ്. ക്രിസ്തുവില്ലാത്ത ക്രിസ്തീയ ജീവിതം ഒരിക്കലും അഭിലഷണീയമല്ല. ഫലം കായ്ക്കാത്ത മുന്തിരിവള്ളിയുടെ കൊമ്പുകൾ തീയിലിട്ട് ചുട്ടുകളയുന്നതുപോലെ നാമധേയ ക്രിസ്ത്യാനിത്വം ശിക്ഷാവിധിക്ക് ഹേതുവാണ് എന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്രകാരം ക്രിസ്തുവുമായിട്ടുള്ള ഐക്യം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് കഴിയണം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഐക്യത്തിൻ്റെ 3 മേഖലകൾ വളരെ പ്രധാനമാണ്. ക്രിസ്തുവും വിശ്വാസം തമ്മിലുള്ള ഐക്യം വിശ്വാസികൾ തമ്മിലുള്ള ഐക്യത്തിന് വഴിതെളിക്കുന്നു. വിശ്വാസികൾ തമ്മിലുള്ള ഐക്യം സഭകൾ തമ്മിലുള്ള ഐക്യത്തിലേക്കും നയിക്കും. ഇപ്രകാരം ക്രിസ്തീയ ഐക്യത്തിൻ്റെ വിവിധ മേഖലകൾ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും പ്രാവർത്തികമാക്കുവാനും നമുക്ക് ഇടയായിത്തീരണം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.